ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് NK പ്രേമചന്ദ്രൻ നടത്തിയ പരാമർശങ്ങൾ വലിയ വിവാദത്തിലാണ്. വലിയ കോലാഹലങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപനത്തിലാണ് NK പ്രേമചന്ദ്രൻ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ചില വിവാദ പരാമർശങ്ങൾ നടത്തുന്നത്. അത് ബിന്ദു അമ്മിണിയെയും റഹ്ന ഫാത്തിമയെയും പൊറോട്ടയും ബീഫും നൽകിക്കൊണ്ട് പോലീസ് വാഹനത്തിൽ പമ്പയിൽ എത്തിച്ചു എന്നതാണ്. അങ്ങനെ സ്ത്രീ പ്രവേശനത്തിന് പിണറായി വിജയൻ സർക്കാർ കൂട്ടുനിന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് സ്ത്രീ പ്രവേശനം സാധ്യമാക്കിയത്. അതിനുശേഷം അതേ പിണറായി വിജയൻ സർക്കാരാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നതായിരുന്നു NK പ്രേമചന്ദ്രൻ ഉയർത്തിയ ആ വിമർശനം, ആ വിശ്വാസ സംരക്ഷണ ജാഥയിൽ ഉയർത്തിയ വിമർശനം. ഇത് വലിയ തരത്തിൽ ചർച്ചയാകുന്നു. NK പ്രേമചന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നു. വലിയ വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു. എന്താണ് ഇങ്ങനെ പറഞ്ഞതിലൂടെ പ്രേമചന്ദ്രൻ ഉദ്ദേശിക്കുന്നത്, ഇതിന് തെളിവെന്താണ് തുടങ്ങിയ പല വിധത്തിലുള്ള ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. അതിനുശേഷം NK പ്രേമചന്ദ്രൻ ഇതിന് വിശദീകരണവുമായി വരുമ്പോഴും പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനെതിരെ ഈ ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താണ് പ്രേമചന്ദ്രൻ പറയാൻ ഉദ്ദേശിച്ചത്, എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെച്ചത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത്. എന്തായാലും വിശ്വാസ സംരക്ഷണ ജാഥയിൽ NK പ്രേമചന്ദ്രൻ പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കും. 2018 സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായപ്പോ വിധി പകർപ്പ് കേരള ഗവൺമെന്റിന് ലഭിക്കുന്നതിന് മുമ്പ്, അതിന്റെ പകർപ്പ് ലഭിക്കുന്നതിന് മുമ്പ് 10 മണിക്കൂറിനുള്ളിലാണ് DGP അടക്കമുള്ള കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ത്രീകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതും. ഇവിടെ ശ്രീ ഷംസുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ റഹ്ന ഫാത്തിമയും അമ്മിണിയും ബിന്ദു അമ്മിണി ഉൾപ്പെടെയുള്ളവരെ ഞാൻ ഇപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞറിഞ്ഞത് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് വിശ്വാസത്തെ വികലമാക്കി, അതിനുശേഷം പോലീസ് വാനിൽ ആരും കാണാതെ കിടത്തിക്കൊണ്ടുവന്ന് പമ്പയിലെത്തിച്ച് മലകയറ്റാൻ നേതൃത്വം കൊടുത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പും ആ ഗവൺമെന്റുമാണ് പമ്പയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്തത്. ഇതാണ് വിശ്വാസ സംരക്ഷണ ജാഥയിൽ NK പ്രേമചന്ദ്രൻ പറഞ്ഞത്. ഈ വിധി വന്ന 10 മണിക്കൂറിനുള്ളിലാണ് പോലീസിനെ വിളിച്ച് ഈ നിർദ്ദേശം നൽകുന്നതെന്നും പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തു എന്നും അതിനുശേഷം പോലീസ് വാഹനത്തിൽ പമ്പയിൽ എത്തിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് NK പ്രേമചന്ദ്രൻ നടത്തിയത്. ഇതിനെതിരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. മന്ത്രി V ശിവൻകുട്ടി പോലും നല്ലൊരു പേരാണ് ചിലർക്കിടുമ്പോൾ അതൊരു വിഷലിപ്തമായി മാറുന്നു എന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ അങ്ങനെ പല കോണിൽ നിന്നും NK പ്രേമചന്ദ്രൻ വിഷചന്ദ്രനായി മാറുന്നു. അപ്പോൾ അങ്ങനെ പല കോണിൽ നിന്നും NK പ്രേമചന്ദ്രനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുമ്പോൾ ആണ് NK പ്രേമചന്ദ്രൻ ഇന്നലെ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. വാർത്താ സമ്മേളനം വിളിച്ചിട്ട് NK പ്രേമചന്ദ്രൻ പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നതാണ്. താൻ പറഞ്ഞത് ചർച്ചയായതിൽ സന്തോഷമുണ്ട്. വീണ്ടും ശബരിമല സ്ത്രീ പ്രവേശനം ചർച്ചയായതിൽ സന്തോഷമുണ്ട്. പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. തനിക്ക് നേരെ മാത്രമാണ് ഈ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്, അതിലും പ്രശ്നമൊന്നുമില്ല, അത് നടന്നോട്ടെ എന്നതാണ് NK പ്രേമചന്ദ്രൻ പറയുന്നത്. അതിനുശേഷവും ഈ പോലീസുകാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പറയുന്നതെന്നും 2018 ബിന്ദു അമ്മിണിയെയും റഹ്ന ഫാത്തിമയെയും പൊറോട്ടയും ബീഫും കൊടുത്തു തന്നെയാണ് കൊണ്ടുവന്നതെന്നും അവരെ പോലീസാണ് അവിടെ എത്തിച്ചതെന്നും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിക്കുകയാണ്. എന്നിട്ട് NK പ്രേമചന്ദ്രൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് താൻ മാത്രം പറഞ്ഞതല്ല, താൻ പറഞ്ഞ ഇതേ കാര്യങ്ങൾ തന്നെ നേരത്തെ ഷിബു ബേബി ജോണും VD സതീശനും പറഞ്ഞിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി NK പ്രേമചന്ദ്രൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ തനിക്കെതിരെ മാത്രമാണ് ഈ രീതിയിലുള്ള സൈബർ ആക്രമണം നടക്കുന്നത്, താൻ പറയുമ്പോൾ മാത്രമാണ് ഈ രീതിയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്, തന്നെ സംഖ്യയാക്കാൻ ശ്രമം നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടി NK പ്രേമചന്ദ്രൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. RSPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഷിബു ബേബി ജോൺ ആണ് ആദ്യമായി ഈ പ്രശ്നം പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. പൊറോട്ടയും ബീഫും പോലീസ് ഉദ്യോഗസ്ഥന്മാർ വാങ്ങിക്കൊടുത്ത് കോട്ടയത്ത് പോലീസ് ക്ലബിൽ
വാങ്ങിക്കൊടുത്തതിന് ശേഷമാണ് അവരെ മലചവിട്ടാൻ കൊണ്ടുപോയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പമ്പാ സംഗമം നടന്നപ്പോൾ, പത്തനംതിട്ടയിൽ നടന്നപ്പോൾ അവിടെ പ്രസംഗിച്ച കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന വിശ്വാസ സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോൾ അടിവരയിട്ട് ഞാൻ പറഞ്ഞു, ഈ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഷിബു ബേബി ജോൺ പറഞ്ഞപ്പോഴും VD സതീശൻ പറഞ്ഞപ്പോഴും ഒരിക്കലും തോന്നാത്തൊരു വികാരമാണ് കഴിഞ്ഞ ദിവസം പന്തളത്ത് ഞാൻ പ്രസംഗിച്ചതിന് ശേഷം CPM സൈബർ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള കനത്ത കടന്നാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ബിന്ദു അമ്മിണിയും രംഗത്ത് വന്നു. ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിട്ടാണ് എനിക്ക് പൊറോട്ടയും ബീഫുമല്ല കപ്പയും ബീഫുമാണ് ഇഷ്ടം എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതിനുശേഷം മാധ്യമങ്ങൾ ബിന്ദു അമ്മിണിയുടെ പ്രതികരണം തേടുമ്പോൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് NK പ്രേമചന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന ഒരു കാര്യമാണ് ബിന്ദു അമ്മിണി ചൂണ്ടിക്കാട്ടുന്നത്. ബിന്ദു അമ്മിണിയും കനകലതയുമാണ് ഈ ആദ്യം അവരൊരുമിച്ചാണ് ശബരിമലയിൽ എത്തുന്നത്. അവിടെ രഹന ഫാത്തിമയെയും ബീഫും ഒക്കെ കൊണ്ടുവന്നത് വർഗീയ ധ്രുവീകരണത്തിന് ലക്ഷ്യമിട്ടാണ് എന്നൊരു ആരോപണമാണ് ബിന്ദു അമ്മിണി ഉയർത്തുന്നത്. മാത്രവുമല്ല, ഇങ്ങനെയൊക്കെ പറയുന്ന പ്രേമചന്ദ്രന്റെ കയ്യിൽ എന്താണ് തെളിവുള്ളത് എന്ന ഒരു ചോദ്യം കൂടി ബിന്ദു അമ്മിണി ചോദിക്കുന്നു. തുടക്കത്തിൽ ഇതൊരു മണ്ടത്തരമാണ്, അയാൾ പറയുന്ന ഒരു മണ്ടനാണ് എന്ന തരത്തിലാണ് ഞാൻ അതിനെ കണ്ടത്. പക്ഷേ അതിൽ പിന്നീടാണ് എനിക്കത് കൂടുതലായിട്ട് ബോധ്യപ്പെടുന്നത്. വളരെ ബോധപൂർവമായി സമൂഹത്തിൽ ഒരു കലാപം അഴിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. അത് അദ്ദേഹം ഇരിക്കുന്ന ഒരു സ്ഥാനത്തിന് യോജിച്ചതല്ല. ഈ ഭരണഘടനയോട് പുലർത്തേണ്ടുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇതിവിടുത്തെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അപ്പൊ അത് വളരെ ഗൗരവതരമായിട്ട് ഇതിനെ കാണുകയും അയാൾ തെറ്റുതിരുത്തുകയും ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോ ഇതൊരു സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ബിന്ദു അമ്മിണി, രഹന ഫാത്തിമ, ഒപ്പം കനക ലത ഇവരെല്ലാം ശബരിമലയിൽ പോകാനുള്ള ശ്രമം നടത്തുന്നത്. അതിൽ ബിന്ദു അമ്മിണിയും കനകലതയും സന്നിധാനത്തെത്തുന്നതും. പക്ഷേ ഒരു MP ആയ NK പ്രേമചന്ദ്രൻ വളരെ ഗൗരവതരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയാണ്. പൊറോട്ടയും ബീഫും നൽകി അവരെ ആ ക്ഷേത്രത്തിൽ എത്തിക്കുകയായിരുന്നു, പോലീസ് അകമ്പടിയിൽ പോലീസ് വാഹനത്തിലാണ് ഇവരെ കൊണ്ടുപോയത് തുടങ്ങിയ കാര്യങ്ങൾ ആരോപണമായി ഉന്നയിക്കുമ്പോൾ എന്താണ് തെളിവ് എന്ന ഒരു കാര്യമാണ് ബിന്ദു അമ്മിണി ചോദിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം ഈ യാത്രയിൽ പറയുമ്പോൾ പാലായിലെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവന്ന് പൊറോട്ടയും ബീഫും നൽകി എന്ന് പറയുന്നു. പിന്നീട് അത് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കോട്ടയത്തെ പോലീസ് ക്ലബ്ബ് എന്ന് മാറുന്നു എന്ന് പറയുന്നു. നേരത്തെ ഇവരെല്ലാം ഉന്നയിച്ച കാര്യം മാത്രമാണ് താൻ പറഞ്ഞതെന്ന് പറയുന്നു. പോലീസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നു. അതിനപ്പുറം എന്തെങ്കിലും തെളിവുണ്ടോ എന്ന കാര്യം ഇല്ല. പക്ഷേ പോലീസിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ MP കാര്യങ്ങൾ പറയുന്നത്. ഇതിൽ NK പ്രേമചന്ദ്രനെതിരെ വ്യാപകമായ വിമർശനം ഉയരുമ്പോൾ സംഘപരിവാർ നേതാക്കളുടെ ഭാഗത്ത് നിന്നും മാത്രമാണ് NK പ്രേമചന്ദ്രനെ അനുകൂലിച്ചുകൊണ്ടുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ കാണണം. K സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് NK പ്രേമചന്ദ്രനെ ഈ രീതിയിൽ വേട്ടയാടേണ്ടുന്ന കാര്യമില്ല എന്ന ഒരു സമീപനം മുന്നോട്ട് വെക്കുന്നു. അവിശ്വാസികളായ സ്ത്രീകളെ സർക്കാർ സ്പോൺസർ ചെയ്ത് മലകയറ്റി എന്നുള്ള കാര്യം K സുരേന്ദ്രൻ സ്ഥിരീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും പൊറോട്ടയും ബീഫും നൽകിയാണോ പ്രവേശിപ്പിച്ചതെന്ന കാര്യം തനിക്ക് അറിയില്ല എന്നാണ് K സുരേന്ദ്രൻ വരെ പറയുന്നത്. അപ്പോൾ എന്നിട്ട് NK പ്രേമചന്ദ്രൻ MPയെ ആക്രമിക്കേണ്ട കാര്യമില്ല എന്നും സുരേന്ദ്രൻ പറയുന്നുണ്ട്. 2018 ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റാൻ CPM തീരുമാനിച്ചപ്പോൾ ഒരു കോൺഗ്രസുകാരനെയും കണ്ടില്ല എന്നും K സുരേന്ദ്രൻ പറയുന്നു. എന്തായാലും ആ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കിടയിൽ നിന്നും NK പ്രേമചന്ദ്രന് പിന്തുണ നൽകുകയാണ് K സുരേന്ദ്രൻ. NK പ്രേമചന്ദ്രനെ ഈ രീതിയിൽ ആക്രമിക്കേണ്ടതില്ല എന്ന് പറയുകയാണ്. അപ്പോൾ എന്ത് തെളിവാണ് ഒരു MP ആയ NK പ്രേമചന്ദ്രന് ഇങ്ങനെ ഉന്നയിക്കാൻ ഉള്ളത് എന്നതാണ് ഇതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഏതെങ്കിലും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കേണ്ടത് എന്നതാണ്. മാത്രവുമല്ല, ഈ ബിന്ദു അമ്മിണിയും രഹന ഫാത്തിമയും എന്ന് പറയുന്നതിലൂടെ ഒരു ബോധപൂർവം ഒരു ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിനോ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമോ NPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ എന്ന ഒരു ചോദ്യം പല കോണിൽ നിന്നും ഉയരുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ബാധ്യത കൂടി MP ആയ NK പ്രേമചന്ദ്രനുണ്ട്. എന്തായാലും ഏതെങ്കിലും തരത്തിൽ
രാഷ്ട്രീയമായി ഇതിനെ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ? ഈ പോലീസ് എല്ലാവർക്കും സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലേക്ക് എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. അപ്പോൾ അതിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും കേട്ടറിഞ്ഞ അറിവ് എന്ന നിലയിൽ ഇത്തരം ഒരു കാര്യം പറയുകയും അതിനെതിരെ വ്യാപകമായ വിമർശനം ഉണ്ടാകുമ്പോൾ വന്ന് അതിനെ വീണ്ടും ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ തെളിവ് എവിടെ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്നത് പ്രേമചന്ദ്രനെ പോലെ ഒരു എംപിക്ക് ഭൂഷണമാണോ തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം സ്വയം ചിന്തിക്കേണ്ടത് കൂടിയാണ്. എന്തായാലും വലിയ വിവാദമായി ഇത് കത്തിപ്പടരുന്നു. NK പ്രേമചന്ദ്രനെതിരെയുള്ള സൈബർ ആക്രമണവും അതിശക്തമായി തുടരുന്നുണ്ട്. സൈബർ ആക്രമണത്തെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുകയല്ല, പക്ഷേ വലിയ വിമർശനവും അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു.